ഹായ്, നമുക്ക് കുറച്ച് ഫിലോസഫിക്കൽ തോട്ട്സ് പറഞ്ഞ് തുടങ്ങാം കേട്ടോ. കാരണം എന്താണെന്നറിയോ, ഇപ്പം നമ്മുടെ ചുറ്റും നടക്കുന്നത് നമുക്ക് കണ്ടില്ല എന്ന് നടിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഒരു കഥ പറഞ്ഞിട്ട് തുടങ്ങാവേ. നമ്മുടെ ഈ കൈ, ഞാൻ ഇങ്ങനെ നിങ്ങളെ ഈ കൈ കാണിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൈ ഉള്ളത് കൊണ്ട് നിങ്ങൾക്കറിയാം ഇത് കൈയുടെ ഉൾവശമാണെന്നറിയാം. പിന്നെ ഇങ്ങനെ കാണിക്കുന്നു, അപ്പോൾ ഇത് പുറം വശമാണെന്നറിയാം. നമുക്ക് അറിയാവുന്നത് കൊണ്ട് ആദ്യമായിട്ട് ഒരു കൈ കാണുന്ന ആളാണെങ്കിൽ കൈ ഇതാണ് എൻ്റെ കൈ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മാത്രമേ കാണുള്ളൂ. ദാറ്റ് ഈസ് ഈ വശം അവർക്ക് പെർസീവ് ചെയ്യാൻ പറ്റില്ല അല്ലേ. രണ്ട് സൈഡ് ഇങ്ങനെ കാണിച്ചാൽ മാത്രമാണ് എൻ്റെ കൈ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ എന്നെ കാണുമ്പോൾ ഇപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്തിരിക്കുമ്പോൾ നിങ്ങളുടെ റൈറ്റ് എൻ്റെ റൈറ്റ് അല്ല, ശരിയല്ലേ? എൻ്റെ കൈ തന്നെ ആലോചിച്ച് നോക്കൂ. ഞാൻ ഈ കൈ പൊക്കുമ്പോൾ നിങ്ങൾ അവിടെ ഇരിക്കുന്ന, നിങ്ങൾ അപ്പുറത്തിരിക്കുന്ന ആ സൈഡിലെ അല്ലേ നിങ്ങളുടെ റൈറ്റ് വരിക. അത് തന്നെയാണ് എല്ലാവർക്കും, ഓരോരുത്തർക്കും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെന്നാണ് പറയുക അല്ലേ. അപ്പോൾ ഞാൻ എന്താണ് ഇത്രയും കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ, എനിക്ക് ഇപ്പോൾ 52 ഇയേഴ്സ് ആയെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോഴാണ് ഞാൻ ഈ എന്താ പറയുക, കുറച്ചുകൂടെ സ്പിരിച്വൽ അവെയർനെസ് നന്നായി വന്നപ്പോഴാണ് എനിക്ക് ബാലിശമായി ചെയ്തു കൂട്ടിയ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്. അതൊരു പക്ഷേ എൻ്റെ പ്രായത്തിൻ്റെ ആയിരിക്കും അല്ലേ. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് യങ് ആയിട്ടുള്ള നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ആളുകൾക്ക് പ്രയോജനം പെടാൻ വേണ്ടിയിട്ട് എല്ലാം തുറന്നു പറയുക. സർട്ടൻ തിങ്സ് ചിലർക്ക് ചില രഹസ്യങ്ങളൊക്കെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, എൻ്റെ ബാങ്കിൽ എത്ര പണം ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കില്ല. അല്ലെങ്കിൽ എനിക്ക് എത്ര ആസ്തി ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തന്നിരിക്കില്ല. അതൊക്കെ അവരവരുടെ പേഴ്സണൽ ആയിട്ടുള്ള, ആരോടും പറയാൻ പാടില്ലാത്ത ചില രഹസ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് റൈറ്റ് ആവണമെന്നില്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് കുറച്ച് മുമ്പ്, ഇന്നലെ ഞാൻ ഇത് നോക്കാതിരുന്നുകൊണ്ട് ഇന്നാണ് ഞാൻ അതെല്ലാം കമൻസ് കണ്ടത്. ഇന്നലെ മിനിഞ്ഞാന്നിട്ട വീഡിയോയിൽ ഞാൻ എന്തോ കാശിൻ്റെ കാര്യം നമ്മളിപ്പോൾ സംസാരിക്കുകയാണല്ലോ ഇപ്പോൾ, സാരിയുടെ വിലകളെ പറ്റിയിട്ട്. അപ്പോൾ 30,000 രൂപയുടെ സാരിയാണോ ചേച്ചി വാങ്ങിക്കാറ് എന്ന് ചോദിച്ചു. ഞാൻ അതിനകത്ത് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചു വീഡിയോ വഴി തന്നെ പറയുമ്പോൾ എല്ലാവർക്കും കേൾക്കാമല്ലോ. ആരും വിചാരിക്കരുത് ചേച്ചി ഒരുപാട് സ്പ്ലേജ് ചെയ്ത് നടന്ന് അതെല്ലാം മതിയായി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഉപദേശം കൊടുക്കുകയാണ്. അങ്ങനെയല്ല, പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച് എന്ന് തന്നെയാണ് എൻ്റെ മതം. മൈ ലൈഫ് ഇസ് മൈ മെസ്സേജ് എന്ന് മഹാത്മാഗാന്ധി പറയാറുണ്ട് അല്ലേ. മഹാത്മാഗാന്ധി ഇങ്ങനെ ട്രെയിനിൽ പോകുമ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹത്തിൻ്റെ ഇങ്ങനത്തെ തോട്ട്സ്, സ്പിരിച്വൽ തോട്ട്സും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഓരോരോ വേർഡ്സും അവർക്ക് ഭയങ്കര ഇൻസ്പയറിങ് ആയിരുന്നു. പുള്ളി അവിടുത്തെ ഒരു വലിയ ഇൻഫ്ലുവൻസർ ആയിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഓടിക്കൂടും അത്രേ, എന്തെങ്കിലും ഒന്ന് പറയൂ ഞങ്ങൾക്ക് ഇതിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്, പത്രികയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ പുള്ളിക്ക് സമയം പെട്ടെന്ന് സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലേക്ക് ഓടിക്കയറുമ്പോൾ അയ്യോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകൂ MK ഗാന്ധി അങ്ങനെ പറയുമ്പോൾ, അന്ന് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ്, മഹാത്മാഗാന്ധി ആയിട്ടില്ല. ഒരു കയ്യിലൊരു ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നു, അതിനകത്ത് എഴുതുത്രേ മൈ ലൈഫ് ഇസ് മൈ മെസ്സേജ് എന്ന് എഴുതിയിട്ട് ചുരുട്ടിയിട്ടിട്ട് വേളുപ്പം അങ്ങോട്ട് കൊടുക്കുമെന്ന്. എന്താ പറയണ ഈ പത്രക്കാരന്. അപ്പോൾ അവരത് അടുത്ത ദിവസം പേപ്പറിൽ പബ്ലിഷ് ചെയ്ത കഥ പിന്നീട് എഴുതിയത് നമ്മൾ വായിക്കേണ്ടേ എന്ന് പറഞ്ഞ പോലെ മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് ഒരു ചെറിയ രീതിയിൽ പറയാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞാനും ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 30,000 രൂപയുടെ സാരി ചേച്ചി വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കളവ് പറയാൻ എനിക്ക് ഉദ്ദേശമില്ല, ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് എന്തിനു വേണ്ടി എപ്പോഴും എന്നൊക്കെ ഉള്ളതും കൂടെ ശ്രദ്ധിക്കണം, മനസ്സിലായോ? അല്ലാതെ ആവശ്യമില്ലാതെ സ്പ്ലേജ് ചെയ്യല്ല. എനിക്ക് ആ സമയത്ത് അതിനുള്ള വരുമാനം ഉണ്ടായിരുന്നു, എൻ്റെ വരുമാനത്തിൻ്റെ 10% ആയിരുന്നു ആ സമയത്ത്. ഇതെല്ലാം ഉള്ള ഫാക്ടേഴ്സ് കൂടിയിട്ടാണ് നമ്മൾ അത് ജസ്റ്റിഫൈ ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ എപ്പോഴും വരുമാനത്തിനെയും പിന്നെ പർച്ചേസിങ് കപ്പാസിറ്റിനെയും കൂടെ ജസ്റ്റിഫൈ ചെയ്യേണ്ടാത്ത സമയങ്ങളുണ്ട്. എപ്പോഴൊക്കെയാണെന്ന് പറയട്ടെ, ഇപ്പം നിങ്ങളുടെ ഒരു പിറന്നാളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വർഷം മുഴുവനും വാങ്ങിക്കാതെ വെച്ചിട്ട് പൈസ ചേർത്ത് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു 30,000 അല്ലെങ്കിൽ 40,000 രൂപയുടെ ഒരു സാരി വാങ്ങിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് ഉടുക്കാൻ നിങ്ങൾക്ക് അതേപോലെയുള്ള സ്ഥലങ്ങൾ ഉണ്ടാകുകയും വേണം കേട്ടോ. കാരണം നിങ്ങളുടെ മാസ വരുമാനമേ 30,000 ആണ്. നിങ്ങൾ പോയിട്ട് ഒരു 30,000 രൂപയുടെ സാരി വാങ്ങിച്ച് അത് ഉടുക്കുന്നതിൽ അർത്ഥവുമില്ല, ആവശ്യവുമില്ല. ഇപ്പോൾ ഞാൻ എങ്ങും പോകുന്നില്ലല്ലോ, അപ്പോൾ എനിക്ക് അത് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല.
ഒട്ടും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എനിക്ക് വേറെ പല ചടങ്ങുകളൊക്കെ ഉണ്ട്. ആ ചടങ്ങുകൾക്ക് ഞാനത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആയിരിക്കണം. അതായത് നമ്മളൊരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് മാക്സിമം യൂസ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കുന്നതിൽ തെറ്റില്ല. അതല്ല, നിങ്ങളിപ്പം സാധാരണ ക്രൗഡിലാണ്, ഡോണ്ട് ഫീൽ ഒഫൻഡഡ് കേട്ടോ. സാധാരണ ക്രൗഡിലാണ് പോകുന്നതെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഞങ്ങളുടെയൊക്കെ ഈസ്റ്റ് ലോക്കൽ സൈഡിലൊക്കെ ഒരുപാട് സ്പ്ലോജ് ചെയ്ത് ജീവിക്കാനൊന്നും പറ്റുന്ന സാഹചര്യമുള്ളവർ കുറവാണ്. അപ്പോൾ അവിടെയുള്ള അമ്പലത്തിലെ ഒരു ചെറിയ ഉത്സവത്തിന് ഞാൻ പോകുമ്പോൾ ഞാൻ ഈ 50,000-50,000-ഒക്കെ സാരി ഉടുത്തിട്ട് പോയാൽ ദാറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് പ്ലേസ് വെയർ ഐ ഹാവ് ടു ഫ്ലോണ്ട് കേട്ടോ. അവിടെ ഞാൻ പോകേണ്ടത് ഒരു നല്ല സെറ്റ് മുണ്ടെടുത്ത് അല്ലേ, നല്ല ഒരു ഭക്തി പരിവേഷത്തോടുകൂടി പോവാം. എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ആ സാരി ഉടുക്കേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു ധനാഠ്യൻ്റെ വീട്ടിലെ കല്യാണത്തിന് എന്നെ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വേണമെങ്കിൽ എനിക്ക് കൊടുക്കാം അല്ലേ. അല്ലാതെ ഞാനവിടെ ഒരു സാധാരണക്കാരുടെ മുമ്പിൽ പോയിട്ട് ഞെളിഞ്ഞ് ഇത്രയും വില കൂടിയ സാരി ഉടുത്ത് കാണിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താണെന്നറിയോ, നമ്മൾ അവർക്ക് അതിൻ്റെ വിലയും അറിയാൻ പോകുന്നില്ല, വില അറിഞ്ഞിട്ട് അവർക്ക് കാര്യവും ഇല്ല അല്ലേ. അല്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കാം, നല്ലതാണ് കേട്ടോ സാരി എന്ന് പറഞ്ഞാൽ എന്ത് വിലയായി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് പറയുന്നത് ആരോടായിരിക്കണം? ഫിനാൻഷ്യൽ പാരിറ്റി ഉള്ളവരോടായിരിക്കണം. അല്ലാതെ പറയുന്നവരോട് എനിക്ക് ഇത്തരം ഒരു സാരി ഉണ്ട് എന്ന് നമ്മുടെ അവിടെ ഇരുന്നിട്ട് ഒരു ചേച്ചി പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ പറയേണ്ടി വരും, ആണോ ഇതിന് 15,000-20,000 രൂപ വിലയുണ്ട് എന്ന് പറയേണ്ടി വരും. അത് ചീപ്പായി തോന്നും അല്ലേ. അപ്പം അവൻ സ്ത്രീയുടെ അടുത്ത് ഗമ കാണിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ്? ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ അവിടെ ഞാനൊരു നല്ല ഒമേഗ വാച്ച് കിട്ടുന്നു, അല്ലെങ്കിൽ വലിയ കാർട്ടിയറിൻ്റെ വാച്ച് കിട്ടുന്നു, അവർക്ക് അതൊരു HMD വാച്ച് കിട്ടുന്നതിന് തുല്യമായിട്ടേ ഉള്ളൂ. ഒരു ടൈം നോക്കാനുള്ള മെഷീൻ, അത്രയേ ഉള്ളൂ. അവർക്ക് ബ്രാൻഡ് അറിയില്ല, അവർക്ക് അതിനെ പറ്റിയിട്ട് ഒരു അറിവുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മുടെ വെൽത്ത് ഫ്ലോണ്ട് ചെയ്യുന്ന നമ്മളാണ് ഫൂൾസ് അല്ലേ. തോന്നിയിട്ടില്ലേ? പിന്നെ എല്ലാത്തിനും ലോജിക്കൽ തിങ്കിങ് ആവശ്യമില്ല കേട്ടോ. എല്ലാത്തിനും ലോജിക്കൽ തിങ്കിങ് ആവശ്യമില്ല. എനിക്ക് ഉടുക്കാൻ തോന്നി ഞാൻ ഉടുത്തു എന്ന് പറയുന്ന സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു എന്താണെന്ന് വെച്ചാൽ, ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മളത് ഫ്ലോണ്ട് ചെയ്യാതിരിക്കുകയാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടും കൂടെ പറഞ്ഞാണ്. അപ്പോൾ ആ ചോദിച്ച ആളുടെ അടുത്ത്, ചേച്ചി മിനിമലിസം പറയുകയും ചെയ്യുന്നുണ്ട്, ചേച്ചി 30,000-ന്റെയും 40,000-ന്റെയും സാരി വാങ്ങിച്ച കഥയും പറയുന്നുണ്ടെന്ന്. അത് എനിക്ക് ആ സമയങ്ങളിൽ എനിക്ക് വലിയ കോൺഫറൻസസിന് പോകേണ്ട കാര്യമുണ്ടായിരുന്നു. നമ്മുടെ കൾച്ചർ, ഇന്ത്യയുടെ കൾച്ചർ കാണിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ കൾച്ചർ അവിടെ കാണിക്കണമെങ്കിൽ, ഇറ്റ് വാസ് ഇൻ US, അവിടെ കാണിക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഒത്തൻറ്റിക് ബനാറസ്, അല്ലെങ്കിൽ ഒത്തൻറ്റിക് ആയിട്ടുള്ള കടുവ സിൽക്കോ അങ്ങനെ എന്താണ് അതിൻ്റെ പേര്, സംതിങ് ലൈക്ക് ദാറ്റ്, പേരൊക്കെ ഞാനിപ്പോൾ മറന്നുപോയി. അങ്ങനെയുള്ള ഒത്തൻറ്റിക് ബനാറസി സിൽക്ക് സാരിയാണ് ഞാനന്ന് വാങ്ങിച്ചത്. അപ്പോൾ അങ്ങനത്തെ അവർ ചോദിക്കും, നമ്മളിപ്പോൾ ഇതിന് എത്തനിക് ഡേയുടെ അന്ന് നമ്മൾ നോക്കുമ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ആയിരിക്കും അധികം അവിടുത്തെ ലോയേഴ്സ് ഉണ്ടാവും, ജാപ്പനീസ് ലോയേഴ്സ് ഉണ്ട്, കിമോണോ ധരിച്ചിട്ടൊക്കെ വരും. അപ്പോൾ നമ്മൾ വിൽ ബി സ്റ്റാൻഡിങ് ഔട്ട് ആൻഡ് വിൽ ബി ഷോക്കേസിങ് our Indian culture, and I'll be just talking about my sari. I'll be just talking about, this is a sari which is called Benaras weaves, and I got it from so and so place, and it is a holy city. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് I'll be just giving a small talk about Benaras city and the culture of India. അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വന്നവരാണെങ്കിൽ അവരുടെ ഫുൾക്കാരി, കാശ്മീർ വർക്കൊക്കെ ഉള്ള ഇതിട്ടിട്ട് വന്ന ആൾക്കാരുണ്ടായിരുന്നു. സോ കാശ്മീരിൻ്റെ ബോർഡറാണല്ലോ അവിടെ, ആ സൈഡിൽ നിന്ന് വന്നവർ അങ്ങനത്തെ വാട്ട് യു സേ എംബ്രോയ്ഡറി വർക്ക് ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലോയർ ഷീ സ്പോക്ക് അബൌട്ട് ദറ്റ് എംബ്രോയ്ഡറി, അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നു. അപ്പോൾ നമ്മൾ പറയും, നമ്മൾ GI ടാഗിനെ പറ്റി പറയും. GI ടാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷനാണ്. ഈ ബനാറസ് സിൽക്കിനതുണ്ട്. സോ അതിലൊരു നിയമവും വന്നു അല്ലേ. അത് നിങ്ങൾക്ക് അറിയില്ലേ, ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് നിന്ന് ഉണ്ടാകുന്ന സാധനങ്ങൾക്ക് ആ സ്ഥലങ്ങളുടെ പേരുകളാണ് ഉപയോഗിക്കുക. അതിന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ടാഗ് ഉണ്ട്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ആസാം ടീ കണ്ടില്ലേ, ആസാമിലുണ്ടാകുന്ന ടീ, അത് നമ്മളുടെ മൂന്നാറിലുണ്ടായിട്ട് ആസാം ടീ എന്ന് എഴുതാൻ പാടില്ല കേട്ടോ. ആസാമിലുണ്ടായി അവിടെ ഉണ്ടാകുന്ന അതേ പർട്ടിക്കുലർ അതിൽ ബോട്ടിൽ ചെയ്ത് തരുന്നത് മാത്രം. ഡാർജിലിംഗ് ടീ ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. അതും ഈ GI ടാഗ് ഉള്ളതാണ്. അതേ ഒരു പ്രത്യേക തരം ക്ലൈമറ്റിലാണ് അത് ഉണ്ടാവുക. അപ്പോൾ അത് മൂന്നാറിലെ ക്ലൈമറ്റും ഇതും സമാനതകളുള്ളതായിരിക്കാം, പക്ഷേ അവർക്കാണ്, ആ സൊസൈറ്റിക്ക് മാത്രമാണ്, ആസാമിലുള്ള ആ സൊസൈറ്റിക്ക് മാത്രമാണ് അത് ഉൽപ്പാദിപ്പിച്ച് ആ പേരിൽ വിൽക്കാൻ
പാടുള്ളൂ. ഇതൊക്കെയാണ് നിയമത്തിൻ്റെ വശങ്ങൾ കേട്ടോ. എന്ന് പറഞ്ഞ പോലെ കാഞ്ചീപുരം സിൽക്കിനും അങ്ങനെയുണ്ട്. കാഞ്ചീപുരം വീവേഴ്സ് സൊസൈറ്റിക്കാണെന്ന് തോന്നുന്നു അതിൻ്റെ GI ടാഗ്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് പെർമിഷൻ ഉള്ളവർ മാത്രമാണ് ഈ കാഞ്ചീപുരം സാരികൾ വിൽക്കാൻ പാടുള്ളൂ, നെയ്യാൻ പാടുള്ളൂ, കാഞ്ചീപുരം എന്നുള്ള പേരിൽ, കാഞ്ചീപുരം സിൽക്ക് എന്നുള്ള പേരിൽ. അതേപോലെ ഇന്ത്യയുടെ പല ഭാഗത്തും ഈ സിൽക്ക് പല രീതിയിലുള്ള വീവിങ് മെത്തേഡ്സ് ഉണ്ട്. പോച്ചമ്പള്ളി കേട്ടിട്ടില്ലേ, ആന്ധ്രയുടെ, അങ്ങനെ കുറേ ഉണ്ട് GI ടാഗ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും സർക്കംസ്റ്റൻസസും ഓരോരുത്തരുടെയും പരിതസ്ഥിതികളും എല്ലാം വെച്ചിട്ട് വേണം നമ്മൾ ഈ സ്പെൻഡിങ് കപ്പാസിറ്റീനെ ഒന്ന് അളക്കാനായിട്ട്. അതിനൊരു ആന വായ പൊളിക്കുന്നത് കണ്ട് ആട് വായ പൊളിക്കാൻ പാടില്ല എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. ഞാൻ അന്ന് ഒരു ദിവസവും പറഞ്ഞല്ലോ, റിലയൻസ് അംബാനിയുടെ വൈഫ് അത് വാങ്ങിച്ചു ഇത് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കതുപോലെ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. വി ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ഓഫ് മണി അല്ലേ. അല്ലെങ്കിൽ അങ്ങനെ പണക്കാരായിട്ടുള്ള ആൾക്കാരെ കോമ്പീറ്റ് ചെയ്ത് നമ്മൾ വാങ്ങിക്കാൻ പാടില്ല. കാരണം അവർക്ക് അവരുടേതായ ന്യായങ്ങളും കാര്യങ്ങളും മണി സ്രോതസ്സും കാണും. നമ്മളെപ്പോലെ ആയിരിക്കില്ല അല്ലേ. നമ്മളെപ്പോലുള്ള ആളുകൾ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നവർ, അപ്പാർട്ട് ഫ്രം ബിസിനസ് ആൾക്കാരാണെങ്കിലും, ബിസിനസ് ആണെങ്കിൽ കുറച്ചും കൂടി ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്കൊരു ക്ലിപ്ത വരുമാനമാണെന്ന് അറിയുമ്പോൾ നമ്മൾ ഇതുപോലെ ഡിസിപ്ലിനായിട്ട് പണം സേവ് ചെയ്തിട്ട് ആ പണത്തിനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ ഈ പണം ഞാൻ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് 30ാമത്തെ ദിവസം ഞാൻ പറയും. ഞാൻ കുറച്ച് സേവ് ചെയ്തല്ലോ, ഇപ്പം 2-3 ദിവസം കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്നത് കാരണം സേവ് ചെയ്തു. അതിന് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ, നിങ്ങളൊരു ടാപ്പിൽ വെള്ളം ഒരു ഇത്തിരി തുറന്നിട്ട്, തുള്ളിയായിട്ട് വീഴുന്ന വെള്ളമില്ലേ, വെള്ളം പോലെ അങ്ങനെ വരാൻ ഭാഗത്തിന് വെള്ളം തുറന്നു വിട്ടിട്ട് ഇങ്ങനെ കുറച്ച് നേരം നോക്കിയിരുന്നാൽ നിങ്ങൾ എണ്ണി നോക്കൂ. താഴെ വെള്ളത്തിന് ഒരു ബോട്ടിൽ വെക്കണം കേട്ടോ. നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കണം കുറച്ച് നേരം, 1 മിനിറ്റ്. നിങ്ങൾ നോക്കുമ്പോൾ ആ കുടത്തിനകത്ത് എത്ര വീണുണ്ടാവും എന്ന് അറിയോ? ഒരു ഗ്ലാസ്സിൽ കൂടുതൽ ചിലപ്പോൾ വീണ് കാണും. നമുക്ക് കുടിക്കാനുള്ള, നമുക്ക് ഒന്ന് ദാഹം മാറ്റാനുള്ള വെള്ളം അതിനകത്ത് വീണ് കാണും. അതെന്തിനാണ് അത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ അറിയില്ല അല്ലെങ്കിൽ അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺഷ്യസ്ലി നമ്മൾ ആ തുള്ളി എന്ന് പറയുന്ന വെള്ളത്തിൻ്റെ കാര്യമല്ല, പണത്തിനെയാണ് ഞാൻ പറയുന്നത്. അതറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാസത്തെ ചാലഞ്ച് നമ്മൾ എടുത്തിരിക്കുന്നത്. അല്ലാതെ നമ്മൾ പിശുക്കി പണക്കാരാകാനൊന്നും അല്ല. അങ്ങനെ ആർക്കും പണക്കാരാകാൻ പറ്റില്ല. പക്ഷേ ഡിസിപ്ലിൻ വരും. നമ്മൾ എപ്പോഴും ഡിസിപ്ലിൻഡ് ആയിരിക്കണം. പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അപ്പോൾ പല കാര്യങ്ങളിലും നമ്മൾ ഡിസിപ്ലിൻഡ് ആകും അല്ലേ. നമ്മൾ ഒരുപാട് ഇങ്ങനെ കളയില്ല, പണം നമ്മൾ കളയുന്നില്ല എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമുക്ക് കുറച്ച് വസ്ത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ളതായി കഴിഞ്ഞാൽ അതിന് മുകളിൽ നമ്മൾ എത്ര എടുക്കുന്നുവോ അതെല്ലാം വന്നിട്ട് വേസ്റ്റ് തന്നെയാണ്. പണം ദുർവ്യയം ചെയ്യുന്നു എന്നാണുള്ളത്. അതേസമയം നമ്മൾ ഒരു ചെറിയ കോയിൻ വാങ്ങിച്ച് വയ്ക്കുകയോ ഗോൾഡോ അല്ലെങ്കിൽ സിൽവറൊക്കെ വാങ്ങിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ അതിനെ പണമാക്കി മാറ്റാൻ പറ്റും. ഈ വസ്ത്രങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ ചെരുപ്പുകൾ വാങ്ങിച്ച് വെച്ചിട്ടോ ബാഗ് വാങ്ങിച്ച് വെച്ചിട്ടോ ഒന്നും അതിൻ്റെ കാര്യമില്ല. ഉണ്ട്. എപ്പോഴാണ് അത് നമുക്ക് പണമായിട്ട് മാറുന്നത്? ഈ ബാഗും ഡ്രസ്സുകളൊക്കെ നമ്മൾ അതനുസരിച്ചുള്ള ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ തുണിക്കട നടത്തുന്നവരാണെങ്കിൽ അവരുടെ ഡ്രസ്സ് കണ്ടിട്ട് വരുന്നു, അല്ലെങ്കിൽ ടൈലറിങ് നടത്തുന്നവരാണെങ്കിൽ അവരുടെ ഡ്രസ്സ് കണ്ടിട്ട് കസ്റ്റമേഴ്സ് കിട്ടുന്നു അല്ലേ. അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് അത് ഇഫ് യു ക്യാൻ ജസ്റ്റ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു മണി, ദറ്റ് പെർട്ടിക്കുലർ തിങ് ഇറ്റ് ഈസ് വർത്ത്. ഞാൻ അന്നും ഐഫോണിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഒരു ഐഫോൺ നമുക്ക് സംസാരിക്കാനും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അത് മതി. പക്ഷേ ഇപ്പോൾ യൂട്യൂബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ചെയ്യുന്ന എനിക്കൊക്കെ ഒരു കുറേ ഫീച്ചേഴ്സ് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ട്. അതുകൊണ്ട് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ അസ്. ആ പൈസ 1 ലക്ഷം രൂപയുടെ ഫോൺ ആരെങ്കിലും വാങ്ങിച്ചാൽ അതിന് ഉള്ള ഒരു യൂസേജ് ഇപ്പോൾ ഉണ്ട് അല്ലേ. ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നവർക്ക് അത് ഉപകാരമാണെങ്കിൽ യു ക്യാൻ ബൈ ദാറ്റ്. കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ ചാനലും പച്ച പിടിക്കും. ഞാൻ അന്ന് പറഞ്ഞ പോലെ എൻ്റെ മുഖവും പൂക്കും എന്ന് പറഞ്ഞ പോലെ അത് സാധിക്കും. അപ്പോൾ പണം മിനിമലിസം ചെയ്യുന്നത് പിശുക്കാണെന്ന് മാത്രം വിചാരിച്ചിരിക്കേണ്ട. നമ്മൾ കണ്ടറിഞ്ഞ് ചിലവ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കതൊരു ഹാബിറ്റും ആകും, നമുക്കൊരു സന്തോഷവും തോന്നും അല്ലേ. നമ്മളെ പണം സ്നേഹിക്കാൻ തുടങ്ങും. നമ്മൾ അവരെ എത്രയും ശ്രദ്ധിക്കുന്നു, അത്രയും റിവർ ചെയ്യുന്നു, ബഹുമാനിക്കുന്നു. അതാണ് വേണ്ടത് അല്ലേ. ഇനിയൊരു കഥ പറയട്ടെ. ഈ ജോലിയിൽ ആളുകൾ, ഇത് പണമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല കേട്ടോ, ഞാൻ ഈ ജോലിയായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം. ഒരു ഫാമർ ഒരു ബുള്ളിനെയും പിന്നെ ഒരു ഫിസൻറ്റിനെയും വളർത്തുന്നുണ്ടായിരുന്നു. ഒരു കോഴിയും ഒരു പശുവല്ല, മാടിന് എന്താ പറയുക,
പശു കാളയും. അപ്പോൾ ഇത് രണ്ടും അവിടെ ഇങ്ങനെ മേഞ്ഞ് നടക്കും. ഈ ഇപ്പോൾ കോഴി അവിടെ ഇവിടെയൊക്കെ നടക്കും അങ്ങനെ. അപ്പോൾ കോഴി ചോദിക്കും, എനിക്ക് ഭയങ്കര ക്ഷീണമാടോ, എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ ഈ ബുള്ള് പറയേ, എൻ്റെ ചാണകം കുറച്ച് കഴിച്ചോളൂ കേട്ടോ. ചാണകം കഴിക്കുകയാണെങ്കിൽ എനിക്ക് ഈ മനുഷ്യരൊക്കെ ഇതെടുത്തുകൊണ്ട് പോയി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ മനുഷ്യർക്ക് ബുദ്ധിയുള്ളവരാണല്ലോ, അപ്പോൾ ഇതിനെന്തോ പ്രത്യേകത ഉണ്ട്, താനിത് കുറേ കൊത്തി തിന്നോളൂ എന്ന് പറയും. തനിക്ക് നല്ല ഊർജ്ജം കിട്ടുന്നത്. അത് കേട്ട വാതി കേൾക്കാത്ത വാതി കോഴി അത് കൊത്തി തിന്ന് എല്ലാ ദിവസവും വിജിലൻ്റായിട്ട് തിന്ന് അതിലുള്ള പുഴുക്കളൊക്കെ കണ്ടാവുമല്ലോ, നല്ല ഗുണ്ടുവായി. അപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ശരി കേട്ടോ, എനിക്ക് നല്ല ഒരു ഇത് വന്നിട്ടുണ്ട്, നല്ല ഊർജ്ജസ്വലത വന്നിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ പറയുന്നത് നീ ഒന്ന് പറന്ന് നോക്ക് എന്ന് പറയുമ്പോൾ പറന്ന് ഒരു മാവിൻ്റെ കൊമ്പിൽ കയറും. പറ്റുന്നുണ്ടല്ലോ, ഒന്നും കൂടി പറക്കും. അങ്ങനെ പറന്ന് മുകളിൽ വരെ എത്തൂട്ടോ. അപ്പോൾ ഇയാൾക്ക് ഈ കോഴിക്ക് ഭയങ്കര സന്തോഷമായി. ഏറ്റവും മുകളിൽ എത്താൻ പറ്റിയില്ലേ ആ മരത്തിൻ്റെ, പറക്കാനൊന്നും പറ്റുന്നില്ല എന്ന് വിചാരിച്ച് നടന്നിരുന്ന. അപ്പോൾ ആ ഒരു ജോഷിൽ നട്ട ഉച്ചയാന്ന് ഓർക്കാതെ കൂവുമ്പോൾ താഴെ അന്ന് ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ താഴെ ഫാർമർ ഇരുന്നിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്യുന്ന സമയത്തെ അതാ ഒരു നല്ല തടിച്ച കോഴി, പൂവൻ കോഴി അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഭാര്യയെ ആ തോക്കും ഇങ്ങോട്ട് എടുക്കുന്നു പറഞ്ഞ്, ഇന്ന് നമുക്ക് ഇവനെ ആയിക്കളയാം നമ്മുടെ സൺഡേ ലഞ്ച് എന്ന് പറഞ്ഞ് വെടിവെച്ച് താഴെയിടും. അപ്പോൾ അതിൻ്റെ ഒരു വരിയാണ്, ബുൾഷിറ്റ് ക്യാൻ ടേക്ക് യു ടു ദ ടോപ്പ്, ബട്ട് എന്താണ് സംഭവിച്ചത്, ഇറ്റ് വിൽ നോട്ട് മേക്ക് യു ടു സ്റ്റേ ദേ ഫോർ എവർ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ബുൾഷിറ്റ് ചെയ്ത് ആൾക്കാർ പണക്കാരാന്ന് കണ്ടിട്ടില്ലേ, അവരാകും കുറച്ച് നാളത്തേക്ക് അവർക്കൊരു നല്ല ഒരു ഗമയുള്ള പൊസിഷനും നല്ല എന്താ പറയുക സാലറിയും ഒക്കെ വന്നുകൊണ്ടിരിക്കും. ഒരു ബോസിനെ മസ്ക ചെയ്തോ അങ്ങനെ ചെയ്തോ, അതിനാണ് ബുൾഷിറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ പക്ഷെ ചെന്ന് അവിടെ നിലനിൽക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ആരെങ്കിലും നിങ്ങളെ ഷൂട്ട് ചെയ്ത് താഴെയിടും. ബിക്കോസ് ബുൾഷിറ്റ് വിൽ നോട്ട് മേക്ക് യു ഫേമസ് ഓർ വിൽ നോട്ട് മേക്ക് യു വെൽത്തി ഫോർ എവർ കേട്ടോ. പെർമനൻ്റ് ആയിട്ട് ബുൾഷിറ്റ് നിങ്ങൾ ടോപ്പിൽ വെക്കില്ല എന്ന് തന്നെ അർത്ഥം. സോ ഇത് ഒരു ടേക്ക് അവേ ആയിട്ട് വെച്ചോളൂ. ബിക്കോസ് ഐ ക്യാൻ സീ ഈ ഒരുപാട് ആളുകൾ ഇപ്പോൾ എന്താ പറയണത്, സിനിമ കണ്ടിട്ടാണോ എന്നും പറയാൻ പറ്റുന്നില്ല, സോഷ്യൽ മീഡിയ ആണോ എന്നും പറയാൻ പറ്റുന്നില്ല. ലോകത്തിൽ ഒരുപാട് അധപതനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആളുകൾ എന്തും ചെയ്യാനായിട്ട്, നമ്മുടെ കുഞ്ഞു മക്കൾ ഒക്കെ എന്തും ചെയ്യുകയാണ്. പിന്നെ അതൊരു നല്ല പ്രവണതയല്ലല്ലോ. സോ എന്താണ് അതിൻ്റെ പിന്നിലെന്ന് വെച്ചാൽ, നമ്മളൊരു മാതാപിതാക്കന്മാർ നമ്മളൊരു കണ്ടൻറ്റഡ് ലൈഫ് അവർക്ക് പറഞ്ഞു കൊടുക്കുക തന്നെ. മകളെ പഠിക്കുക. ഈ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ ഒരിടത്തേക്കും പോകാൻ പാടില്ല, പാളരുത്. ജോലി കിട്ടുന്നോ പണം വരുന്നോ അതൊക്കെ മെല്ലെ നമുക്ക് ആലോചിക്കാം. ഇപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ 20, 23, 24 വയസ്സിനുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നത് തന്നെയാണെന്നുള്ളത് നമുക്ക് ഒരു സൊസൈറ്റൽ നോംസിൽ പറഞ്ഞു കൊടുത്തേ പറ്റത്തുള്ളൂ. അവരുടെ കയ്യിലേക്ക് വരുന്ന ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കേണ്ടത് ധാർമ്മികമായിട്ട് നമുക്ക് മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് അറിയില്ല, ആ തലങ്ങളിലേക്കൊന്നും നമുക്കിപ്പോൾ പോകാൻ പറ്റില്ല, നമുക്കറിയില്ല അതെങ്ങനെയാണെന്ന്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുക, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുക, അവരെ നമ്മുടെ വാത്സല്യത്തിൽ പൊതിഞ്ഞു കൊണ്ട് നടക്കുക. അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പണം അവരുടെ കൈകളിലേക്ക് അനാവശ്യമായിട്ട് ചെല്ലാതിരിക്കാനും നോക്കുക അല്ലേ. ഇതെല്ലാം അത്യാവശ്യമാണ് അല്ലേ ജീവിതത്തിൽ. പിന്നെ ഒരു 20-25 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് കൺട്രോളും നമ്മളെ കൊണ്ട് സാധിക്കില്ല ആസ് എ പാരൻറ്റ്. സോ അതുവരേക്കും നമ്മൾ അവരുടെ ക്യാരക്ടർ മൗൾഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഐ തിങ്ക് നമ്മുടെ ജോലി അതോടുകൂടി അവിടെ അങ്ങ് നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് അങ്ങോട്ട് അവർ തന്നെ അത് മുമ്പോട്ട് കൊണ്ടുപോയിക്കോളും. ഇല്ലേ, തോന്നുന്നില്ലേ? ശരി, അപ്പോൾ നമ്മളുടെ ചാലഞ്ചൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇന്നലെ ഞാൻ ഡീടോക്സ് ചെയ്തു. ഒരു 1-2 പ്രാവശ്യം ഞാനൊന്ന് അറിയാതെ ഇൻസ്റ്റഗ്രാമിൽ കയറിപ്പോയി കേട്ടോ. അപ്പം തന്നെ ഇറങ്ങി പെട്ടെന്ന് ഓർത്തത്, അയ്യോ ഫുൾ ഡീടോക്സ് ആയില്ലായിരുന്നു. പക്ഷെ ഇനിയും ഞാൻ ട്രൈ ചെയ്യും ഒരു ദിവസം. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ വീണ്ടും കാണാം. നാളെ ഒന്ന് ഓഫാക്കാം. കൈ വെച്ച് ചെയ്യേണ്ടി